നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത്. എനിക്കിപ്പോ അറിയേണ്ടത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അദ്ദേഹം ഇപ്പൊ സമാധിയായാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യനെന്ന രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചെന്ന് ഉത്തരം പറയണം നിങ്ങൾ. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവില്ലേ? അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പുവരുത്താൻ മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുകയാണ്, ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തിൽ എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം?